അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇപ്പോൾ സെയിൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലായ്പ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ല്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്നവർ ആരാണോ അവർക്ക് വലിയ ഭയാനകമായ ശിക്ഷയുണ്ട്. ഇതുവരെ ഫിത്നയും ഫസാദും. അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യം, അതിൻ്റെ അർത്ഥം മാത്രം ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇൻഷാ അല്ലാഹ്. അതായത് വ്യക്തികൾ, അതായത് സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അത് ഹക്കിടപാടായിക്കോട്ടെ, അല്ലാത്ത പ്രവൃത്തി കൊണ്ട് വാക്കുകൊണ്ടായിക്കോട്ടെ, എന്തെങ്കിലും പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരോട് തന്നെ പൊരുത്തപ്പെടിക്കണം. അല്ലാതെ എനിക്ക് പുറത്തു തരാൻ കഴിയുകയില്ല എന്ന് സർവശക്തനായ അല്ലാഹു എൻ്റെ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര കൊണ്ട് ഇബാദത്ത് ചെയ്താലും ഒരു കൂലിയും ലഭിക്കാത്ത ഒരു കാര്യമാണ്. കാരണം എന്താണ് ആ കാര്യം എന്ന് വെച്ചാൽ, ഫിത്നയും ഫസാദും. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി പറയുക, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ വലിയ ആളാവുക. അങ്ങനെയുള്ള ചില സത്യവിശ്വാസികളൊക്കെ ഉണ്ട്. അവർ 5 നേരം ജമാഅത്തായി പോയതുകൊണ്ട്, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ട്, മറ്റേത് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും അതിനെക്കൊണ്ടൊന്നും യാതൊരു കാര്യവും അടിസ്ഥാനവും ഇല്ലാത്തതാണ്. കാരണം മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ഒന്നും നേടാൻ സാധ്യമല്ല. അവർ എത്ര കണ്ട് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു ചെറിയ മനസ്സിലൊരാളെ വേദനിപ്പിച്ചാൽ പോലും, അത് ചെറുതായാൽ വലുതായാലും അള്ളാഹു അത് പൊരുത്തപ്പെടില്ല. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായി 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാൻ തിരിക്കാൻ പാടില്ല. കാരണം ആ മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ, അവർ രണ്ടുപേരും അങ്ങനെ മിണ്ടാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ നരകത്തിലാണ്. അതിലൊരാൾ സലാം പറഞ്ഞു, മറ്റൊരാൾ സലാം അടക്കിയാൽ അപ്പോൾ 2 പേരിലുള്ള പ്രശ്നങ്ങൾ അവിടെ തീരും. ഇൻഷാ അല്ലാഹ് നല്ല നല്ല അറിവുകൾ ജീവിതത്തിൽ പകർത്താനും അതുപോലെ തന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലൂടെ വിശ്വസിക്കാനും സർവശക്തനായ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക, ഈ വിനീതിനെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.